കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. 51 സങ്കീർത്തനം അതിൻ്റെ 17-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. അനുഗ്രഹിക്കപ്പെട്ട ഈ വാക്യത്തിനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 51 സങ്കീർത്തനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഏവർക്കും പരിചിതമാണ്. ദാവീദ് ഒരിക്കൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയ ആ സമയത്ത് അനുതാപത്തോടുകൂടെ പശ്ചാത്താപത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് വന്ന് പാടുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് 51 സങ്കീർത്തനം. പാപത്തിനുള്ള ക്ഷമ ചോദിക്കുന്നൊരു സങ്കീർത്തന ഭാഗം കൂടിയാണിത്, അല്ലേ? അതിനകത്ത് 17-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്. എന്തുവാ എൻ്റെ അർത്ഥം? പഴയ നിയമത്തിൽ യാഗങ്ങൾ എന്ന് പറയുന്നത് പ്രസക്തമാണ്. ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നതും യാഗാർപ്പണങ്ങളായിരുന്നു, അല്ലേ? ഓരോ മൃഗങ്ങളെ, ആടിനെ, പ്രാവിനെ, പൊടിമാവ് ഇവയുള്ള അവസ്ഥകൾ അതാത് പാപങ്ങൾക്കനുസരിച്ച് യാഗമർപ്പിച്ചാണ് അതിൽ നിന്നൊരു പ്രസാദം ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാനും പാപക്ഷമ പ്രാപിപ്പാനും ഇടവരുന്നത്. എന്നാൽ ഈ സങ്കീർത്തനം പഴയ നിയമത്തിനകത്ത് ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ സങ്കീർത്തനത്തിനകത്ത് തന്നെ ദാവീദ് പറയുന്നു, ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ എന്ന് പറയുന്നത് വെറും യാഗങ്ങൾ മാത്രമല്ല, തകർന്നിരിക്കുന്ന മനസ്സാണ്. അല്ലെ സ്തോത്രം, അത് ഏറ്റവും പ്രാധാന്യമുള്ള എന്ന് പറഞ്ഞാൽ അർത്ഥം ഹൃദയ നുറുക്കത്തോടുകൂടെ, തകർന്ന മനസ്സോടുകൂടെ, പശ്ചാത്താപമുള്ള ഹൃദയത്തോടുകൂടെ, അനുതാപ ഹൃദയത്തോടുകൂടെ നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ പോയാൽ നിശ്ചയമായിട്ടും അത് നമുക്ക് അനുഗ്രഹമായി മാറും. അങ്ങനെയുള്ള ഹൃദയത്തെ ദൈവം എന്ത് ചെയ്യത്തില്ല, നിരസിക്കുകയില്ല എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലെ സ്തോത്രം. യോവേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വ്യക്തമായി പറയുന്നില്ലേ, നിങ്ങൾ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി മുറിക്കപ്പെട്ടവരായി എൻ്റെ സന്നിധിയിൽ വരുവീൻ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അവിടെയെല്ലാം വ്യക്തമാണ്, പുറമേയുള്ള യാഗാർപ്പണത്തിലല്ല, നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ, തകർന്ന മനസ്സോടുകൂടെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ കടന്നു വന്നാൽ അത് നിരസിക്കാത്തൊരു ദൈവം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന സമയത്ത് ഏതെങ്കിലും വിഷയത്തിൽ, ഒരു പക്ഷേ അത് പാപമാകാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാകാം, ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെട്ട് വരുന്നുവെങ്കിൽ ഹൃദയ നുറുക്കത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് അനുഗ്രഹമായി തന്നെ മാറുവാൻ തക്കവണ്ണം ഇടവരും. കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. കൂടെ ഇരിക്കണം, ബലത്തോടെ കാക്കും, അത്ഭുതങ്ങളെ ചെയ്യും. കർത്താവ് ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ സ്വർഗം ഇടവരുത്തിയാട്ട്. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.